പാതിരാത്രി ഞാൻ ഒരിക്കലും എവിടെയാണ് പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ മുന്നേ ഒരിക്കൽ പനൂർ ജംഗ്ഷനിൽ വടംവലിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വടംവലി കാണാൻ വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ കാടുമലയിൻ്റെ താണ്ടി നേരെ പനൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ എല്ലാം ഒരുക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഉദ്ഘാടക സാറിന് ഒരു മൊമന്റോയോ അതേപോലെ തന്നെ എവറോളിൻ ട്രോഫി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഉദ്ഘാടകനായ രാജേഷ് കുമാർ സാറ് വന്നെത്തിയപ്പോൾ തന്നെ നമ്മുടെ നാസിക് ഡോൾ അല്ലേ ഇത് എന്നല്ലേ ഇതിനെ പറയുന്നത്, അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇതിലെ ചുടക്കുട്ടികൾ ബാൻഡടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് കുമാർ സാറും വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാർ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഭാരവാഹികളെല്ലാം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറും ഇതിന്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റോഡിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നടത്തണമെന്നൊക്കെ നല്ലൊരു ഉപദേശം നടന്നിട്ടുണ്ടായിരുന്നു. സാറിനെ പൊന്നാട കൊടുത്ത് ആദരിക്കുകയും അതേപോലെ തന്നെ മൊമന്റോ കൊടുത്ത് ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വടംവലി ഉദ്ഘാടനം തുടങ്ങി. അങ്ങനെ ആദ്യത്തെ റിബൺ കെട്ടി ആദ്യ മത്സരം അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വടംവലി മത്സരം കാണാൻ അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ പനൂർ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയതിന്റെ ഉറക്കവും അതേപോലെ തന്നെ നാളെ ബിഗ് ബില്യന്റെ നല്ല ലോഡ് ഉള്ളത് കൊണ്ട് ഞാൻ അധിക സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2-3 വടംവലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അക്കൗണ്ടിൽ ഫോളോ ചെയ്യാൻ അതേപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ.